ഫാദർ ഫിലിപ്പ് കവിയിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഫോൺ ലൈനിലുണ്ട്. ഫാദർ ഫിലിപ്പ് കവിയിൽ, ഇപ്പോൾ FCRA നിയമ ഭേദഗതി എത്രത്തോളം ആശങ്ക ജനിപ്പിക്കുന്നതാണ്? FCRA നിയമ ഭേദഗതിക്ക് സഭ എതിരല്ല. പക്ഷേ ഈ നിയമ ഭേദഗതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾക്ക് ആശങ്കകൾ ഉള്ളത്. സഭയുടെ സംവിധാനങ്ങളെല്ലാം വളരെ ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. പ്രത്യേകിച്ചും സഭയുടെ കണക്ക് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം എല്ലാ വർഷവും കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഗവൺമെന്റിന് ആ കണക്കുകൾ സമർപ്പിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് സുതാര്യമായ കണക്കുകൾ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ ഈ FCRA നിയമ ഭേദഗതിയിൽ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ, യാതൊരു കാരണവുമില്ലാതെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് FCRA അക്കൗണ്ടുകൾ നിഷേധിക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെ പല സ്ഥാപനങ്ങളിലും അവര് FCRA അക്കൗണ്ടുകൾ നിരാകരിച്ചതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിൽ മുൻകാല പ്രാബല്യത്തോടെ FCRA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഞങ്ങളുടെ ആതുര ആലയങ്ങൾ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആലയങ്ങൾ, അതൊക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കും എന്ന് പറയുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? അതൊരു ഭീകരതയല്ലേ? ഭരണകൂട ഭീകരതയ്ക്കുള്ള ഉദാഹരണമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. ഫാദർ ഫിലിപ്പ് കവിയിൽ, ഇപ്പോൾ RSSന്റെ രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിലേക്ക് എത്തുകയാണോ? പല ഘട്ടങ്ങളിൽ അത്തരം ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. ഛത്തീസ്ഗഡ് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പലപ്പോഴും. പക്ഷേ നിങ്ങൾ സഭകൾ അനുനയത്തിന്റെ പാതയിലാണ് നീങ്ങിയിട്ടുള്ളത്. സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹാരം എന്ന രൂപത്തിലാണ് നീങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു വിഷയമാണോ? കാരണം ഇപ്പോൾ തന്നെ പല സഭാ പ്രതിനിധികളും പറയുന്നുണ്ട്, പലയിടത്തും ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു, മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തടഞ്ഞു വെക്കുന്നു. ഇവിടെ ദേശവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള ആരോപണം. എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന നിലപാട്? ക്രൈസ്തവ സഭകൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക്, ആരോരുമില്ലാത്ത രോഗികൾക്ക്, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആതുര സേവനത്തിനാണ് ഈ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഗവൺമെന്റിനും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ ഒരു കാര്യവും ഒളിച്ചു വെച്ച് ചെയ്യാറില്ല. എല്ലാ കാര്യവും കൃത്യവും സുതാര്യവുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയട്ടെ. അത് ഗവൺമെന്റിന് കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ച് പറയാമല്ലോ. ഒരു ചില്ലി പൈസ പോലും മറ്റ് ഉദ്ദേശത്തിൽ നടത്തുന്നില്ല. ആരെങ്കിലും ഒരു പൈസ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് ആ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമേ ഇവിടെ പണം ചെലവഴിക്കാൻ രാജ്യത്തെ നിയമം അനുവദിക്കുന്നുള്ളൂ. ആ നിയമം വിട്ട് ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. അപ്പോൾ ഇപ്രകാരമുള്ള അജണ്ടകൾ വെച്ച് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ സമാധാനപരവും സുതാര്യവുമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ക്രൈസ്തവ സഭകളെ അനാവശ്യമായിട്ട് വരിഞ്ഞു കെട്ടാനുള്ള ഇത്തരം നീക്കങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫാദർ ഫിലിപ്പ് കവിയിലാണ് പ്രതികരിച്ചത്. വളരെ നന്ദി ഫാദർ.